മദ്യനയ കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് അന്വേഷണ ഏജൻസിയായ ഇഡിക്ക് തിരിച്ചടി. ഇഡിക്ക് മാത്രമാണോ തിരിച്ചടി എന്ന് ചോദിച്ചാൽ ഇഡിക്ക് മാത്രമല്ല, ഇഡിയുടെ സംരക്ഷകരായ BJPക്കും തിരിച്ചടി എന്ന് പറയേണ്ടി വരും. കാരണം മദ്യനയ കേസ് ഇത്രയും വളർത്തിക്കൊണ്ടുവന്നതും ഇലക്ഷനിൽ അത് വലിയ ചർച്ചയാക്കി മാറ്റിയതുമൊക്കെ BJPയുടെ രാഷ്ട്രീയ ആവശ്യമായിരുന്നു. ആ രാഷ്ട്രീയ ആവശ്യത്തിന് എന്ന് വെച്ചാൽ BJPക്ക് ഏറ്റ തിരിച്ചടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന വിധി. BJPക്ക് തിരിച്ചടി അത് പ്രത്യക്ഷത്തിൽ അല്ല എങ്കിലും പരോക്ഷമായി BJPക്ക് ഏറ്റ തിരിച്ചടി എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതോടൊപ്പം BJPയുടെ ടൂളായി പ്രവർത്തിക്കുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇഡിക്കേറ്റ കനത്ത തിരിച്ചടി കൂടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. വിഷയം മറ്റൊന്നുമല്ല, അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിലാണ്. അദ്ദേഹത്തിന് നേരത്തെ ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. അത് ഇലക്ഷൻ പ്രചാരണവുമായി ബന്ധപ്പെട്ടാണ്. അത് കഴിഞ്ഞ് ജൂൺ 3-ന് അദ്ദേഹം ജയിലിലേക്ക് തിരിച്ചുപോയി. പിന്നീട് ജാമ്യത്തിന് വേണ്ടിയുള്ള ശ്രമം അദ്ദേഹം നടത്തിയിരുന്നു. എന്നാൽ കീഴ്ക്കോടതി എന്ന് വെച്ചാൽ വിചാരണ കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചു. വിചാരണ കോടതി ജാമ്യം അനുവദിച്ച് കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ ഇഡി ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി വിചാരണ കോടതിയുടെ തീരുമാനം ഉത്തരവ് റദ്ദാക്കുകയും ചെയ്തു, സ്റ്റേ ചെയ്യുകയും ചെയ്തു. അതിനെതിരെയാണ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ച് ഇപ്പോൾ ജാമ്യം നേടിയിരിക്കുന്നത്. ജാമ്യ ഉത്തരവിൽ സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുന്ന കാര്യമുണ്ട്. ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ജസ്റ്റിസ് ദീപാങ്കർ ദത്തയും അംഗങ്ങളായ ബെഞ്ചാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ആ ഉത്തരവിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പോൾ കേസിന്റെ മെറിറ്റിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. നേരത്തെ ജാമ്യം നൽകിയതാണ്, ജാമ്യം അനുവദിച്ചതാണ് കെജ്രിവാളിന് ഇലക്ഷൻ പ്രചാരണവുമായി ബന്ധപ്പെട്ട്. അതും കൂടി കണക്കെടുത്താണ് ഇപ്പോൾ ജാമ്യം അനുവദിക്കുന്നത് എന്ന് പറഞ്ഞ സുപ്രീം കോടതി കേസിന്റെ മെറിറ്റ് പരിശോധിക്കാൻ വിശാല ബെഞ്ചിലേക്ക് വിടുകയാണ് ചെയ്തിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ ആവശ്യം ജാമ്യം ലഭിക്കുക എന്നതല്ല, കേസ് തന്നെ റദ്ദാക്കണം എന്നതാണ്. കാരണം ഈ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കണം എന്നാണ്. കാരണം അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന വാദത്തിൽ ഉറച്ചു നിന്നാണ് ആദ്യം മുതൽ തന്നെ കെജ്രിവാൾ പോരാടിക്കൊണ്ടിരിക്കുന്നത്. കേസിൽ ജാമ്യം ലഭിക്കണം എന്നതല്ല കെജ്രിവാളിന്റെ പ്രധാന ആവശ്യം, കേസ് റദ്ദാക്കണം എന്നാണ്. അത് സ്റ്റേ ചെയ്യാൻ അല്ലെങ്കിൽ അത് തള്ളിക്കളയാൻ സുപ്രീം കോടതി തയ്യാറായില്ല. സുപ്രീം കോടതി അത് പരിശോധിക്കേണ്ടതുണ്ട്, വിശാലമായ ബെഞ്ചിന് വിട്ട് പരിശോധിക്കട്ടെ എന്ന നിലപാടാണ് സ്വീകരിച്ചത്. എന്ന് വെച്ചാൽ കെജ്രിവാളിന്റെ പരാതിയിൽ കഴമ്പുണ്ട് എന്നർത്ഥം. കഴിഞ്ഞ ദിവസം ഒരു സുപ്രധാനമായ വിധി സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരുന്നു. അതും ഒരു കള്ളപ്പണ കേസിൽ തന്നെയാണ്. കള്ളപ്പണ കേസിൽ എത്ര കാലം നിങ്ങൾ ഒരാളെ ജയിലിൽ അടയ്ക്കും എന്ന ചോദ്യമാണ് അന്ന് ചോദിച്ചത് സുപ്രീം കോടതി. ആ ചോദ്യം ചോദിച്ചതും ഇഡിയോട് തന്നെയാണ്. എന്താണോ കെജ്രിവാളിന്റെ കേസിൽ സംഭവിച്ചത് അതേ നടപടിക്രമങ്ങൾ തന്നെയാണ് ഇഡി കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി വിധി പറഞ്ഞ കള്ളപ്പണ കേസിലും വന്നിരിക്കുന്നത്. വിചാരണ കോടതി ജാമ്യം അനുവദിക്കുന്നു, ഇഡി ഹൈക്കോടതിയെ സമീപിക്കുന്നു, ഹൈക്കോടതി പെട്ടെന്ന് ആ കേസിൽ ഇടപെടുന്നു, ജാമ്യം റദ്ദാക്കുന്നു. അതിനുശേഷം ഹർജിക്കാരൻ സുപ്രീം കോടതിയെ സമീപിക്കുന്നു. സുപ്രീം കോടതി ഇഡിയോട് ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന്. നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തുകൊണ്ട് പൂർത്തിയാക്കുന്നില്ല എന്ന്. കള്ളപ്പണ കേസിൽ ഒരു ആളെ എല്ലാ കാലവും ജയിലിടാൻ കഴിയുമോ എന്ന ചോദ്യമാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ചോദിച്ചത്. ആ വിധി വന്നപ്പോൾ തന്നെ കെജ്രിവാളിന്റെ കാര്യത്തിലും ഏകദേശ തീരുമാനമായിരുന്നു. കെജ്രിവാളിന് പ്രതീക്ഷ ഉണ്ടാവുകയും ചെയ്തിരുന്നു. കാരണം സമാനമായ കേസാണ് എന്നതുകൊണ്ട് തന്നെയാണ്. അതുതന്നെയാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. എന്നാൽ പുറത്തിറങ്ങാൻ കെജ്രിവാളിന് കഴിയില്ല. CBI അദ്ദേഹത്തെ ഇതേ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അഴിമതി നിരോധന നിയമപ്രകാരമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ കേസിൽ കൂടി ജാമ്യം ലഭിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ കഴിയുകയുള്ളൂ. ആ കേസിലും അദ്ദേഹം ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. അതും ജാമ്യാപേക്ഷയല്ല നൽകിയിരിക്കുന്നത് കേസ് റദ്ദാക്കണം, അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കണം എന്നാണ്. ഈ കേസ് ജൂലൈ 17-ാം തീയതി ഹൈക്കോടതി പരിഗണിക്കും. ഹൈക്കോടതിയുടെ കഴിഞ്ഞകാല വിധിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് കെജ്രിവാളിന് അനുകൂലമായ വിധി ഉണ്ടാകുമോ എന്ന സംശയമുണ്ട്. എന്നിരുന്നാലും ആ കടന്നാൽ മാത്രമേ കെജ്രിവാളിനെ സുപ്രീം കോടതിയെ സമീപിക്കാൻ കഴിയുകയുള്ളൂ എന്നതുകൊണ്ട് തന്നെ ആ ജൂൺ 17-ലെ കേസ് വളരെ നിർണായകമാണ് കെജ്രിവാളിനെ സംബന്ധിച്ച്. കെജ്രിവാളിനെ കേസ് വിധി പറയാതെ അല്ലെങ്കിൽ തീരുമാനമെടുക്കാതെ നീട്ടിക്കൊണ്ടുപോകാനാണ് ഹൈക്കോടതി തീരുമാനിക്കുന്നതെങ്കിൽ അത് സുപ്രീം കോടതി ചോദ്യം ചെയ്യും എന്ന് കഴിഞ്ഞ ദിവസം
കെജ്രിവാളിന്റെ അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിയമയുദ്ധം തുടരുക തന്നെ ചെയ്യും. ഇപ്പോൾ ഒരു ആശ്വാസം കെജ്രിവാളിന് ലഭിച്ചിട്ടുണ്ട്. കേസിൽ ജാമ്യം അനുവദിച്ചു. അതോടൊപ്പം തന്നെ അറസ്റ്റ് ചെയ്തത് തെറ്റാണ്, നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണം എന്ന കെജ്രിവാളിന്റെ ഹർജി വിശാല ബെഞ്ച്, സുപ്രീം കോടതിയുടെ വിശാല ബെഞ്ച് പരിശോധിക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഉത്തരവ്. കെജ്രിവാളിനെ സംബന്ധിച്ച്, ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് വളരെ നല്ല ഒരു തീരുമാനം തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നത്. എന്നാൽ അന്വേഷണ ഏജൻസിയായ ഇഡിയെ സംബന്ധിച്ച്, ബിജെപിയെ സംബന്ധിച്ച് ഒരു കനത്ത തിരിച്ചടി തന്നെയാണ് ഈ വിധി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഏതായാലും കുറച്ചുനാൾ കൂടി കെജ്രിവാളിന് ജയിലിൽ കഴിയേണ്ടി വരും. CBI കേസിൽ ജാമ്യം ലഭിച്ചതിന് ശേഷം മാത്രമേ പുറത്തിറങ്ങാൻ കഴിയുകയുള്ളൂ. എന്നിരുന്നാലും ആം ആദ്മി പാർട്ടി ഇപ്പോൾ തന്നെ ദില്ലിയിൽ ആഹ്ലാദ പ്രകടനം ആരംഭിച്ചിട്ടുണ്ട്. BJPക്ക് ഏറ്റ കനത്ത തിരിച്ചടി എന്ന നിലയിലാണ് ആഹ്ലാദ പ്രകടനത്തിൽ അണികൾ മുദ്രാവാക്യം വിളിക്കുകയും ആഹ്ലാദം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഏതായാലും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഒരു കടമ്പ കടന്നിരിക്കുന്നു. ഇനി മറ്റൊരു കടമ്പ കൂടിയുണ്ട്. അതും എത്രയും പെട്ടെന്ന് കടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകരും ഉള്ളത്.